കേരള സർക്കാർ പാസാക്കിയിരിക്കുന്ന വനനിയമ ഭേദഗതി ബില്ല് മലയോര കർഷകരെ കുടിയിറക്കുന്നതിനുള്ള ഗൂഢ അജണ്ട എന്ന് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി. വനംവകുപ്പിന് അമിത അധികാരം നൽകി ജനങ്ങളെ ദ്രോഹിക്കാനുള്ള നിലപാടാണിതെന്ന് പ്രസിഡന്റ് തോമസ് മൈക്കിൾ. ഉദ്യോഗസ്ഥരുടെ കാരുണ്യത്തിൽ ഒരു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് ജീവിക്കേണ്ടി വരിക എന്നത് അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നിട്ടിറങ്ങുമെന്നും തോമസ് മൈക്കിൾ വ്യക്തമാക്കി. ഈ കേരളത്തിലെ ജനവിഭാഗങ്ങൾ വളരെയേറെ പ്രതിസന്ധിയിലാവാണ്. പ്രത്യേകിച്ച് കർഷകരായിട്ടുള്ള ആളുകൾ ഒരു വനപ്രദേശത്ത് കടക്കുന്നതിനോ വിറക് പുല്ല് തുടങ്ങിയവ ശേഖരിക്കുന്നതിനോ വനപ്രദേശത്തൂടെ ഒഴുകുന്ന തോട്ടിൽ നിന്ന് മീൻ പിടിക്കുന്നതിനോ പോലും അനുവദിക്കാത്ത വളരെ കിരാതമായ ഒരു നിയമമാണ് നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഈ കേരള സംസ്ഥാന ജനങ്ങളോടുള്ള വലിയൊരു വെല്ലുവിളിയാണ്. വനവിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധിയായ കുൽസിത ശ്രമങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലം കൊണ്ട് വനവിസ്തൃതിയിൽ വേണ്ട ഒരു 24% വർധനവ് ഈ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോഴും കൃഷിക്കാരുടെ സ്ഥലങ്ങൾ കൃഷിഭൂമികൾ പിടിച്ചെടുക്കുന്നതിനും അതുപോലെ കൃഷിക്കാരെ ദ്രോഹിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ വനനിയമം കൊണ്ടുവരുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു വിഷയവുമില്ല. ചോദ്യം ചെയ്യാൻ പോലും അവകാശമില്ലാതെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അധികാരം വനംവകുപ്പിന് കൊടുക്കുന്ന ഈ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം കോൺഗ്രസ് പാർട്ടി വിവിധ തലങ്ങളിൽ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി 6-ാം തീയതി നടക്കുന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗത്തിൽ തുടർ സമരപരിപാടികൾ പ്ലാൻ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഫോറസ്റ്റ് ഓഫീസ് മാർച്ച് ഉൾപ്പെടെയുള്ള വിവിധ സമരപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വനനിയമത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇടുക്കിയിൽ നിന്നുള്ള ഒരു മന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പ്രതികരണവും നടത്തുന്നില്ല. അദ്ദേഹം കൂടി ഉൾപ്പെട്ട ക്യാബിനറ്റിലാണ് ഈ വനനിയമം ഇതിന്റെ കരട് അംഗീകരിച്ചു പോയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിന്റെ പാർട്ടി ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന ഒരു സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്.